ഇത് യഥാർത്ഥത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ആശയമായിരുന്നു. അദ്ദേഹം എന്നെ ഇതിനു വേണ്ടി ക്ഷണിച്ചത് തന്നെ എൻ്റെ ലോകപരിചയത്തിൻ്റെ പേരിലാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഞാൻ അധികം പ്രവർത്തിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ഈ ലോകത്ത് മുഴുവനുമുള്ള വിദ്യാഭ്യാസ രംഗം സ്വതന്ത്രമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ സ്വതന്ത്രമാക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമാണ് അദ്ദേഹം എന്നോട് മാത്രമല്ല മറ്റ് പഴയ വൈസ് ചാൻസലേഴ്സും ഒക്കെ ഉള്ള ഒരു കമ്മിറ്റിയോട് പറഞ്ഞു. നമ്മുടെ സിറിയക് സാറായിരുന്നു, സിറിയക് തോമസ് വൈസ് ചാൻസലറായിരുന്ന MG യൂണിവേഴ്സിറ്റിയുടെ, അദ്ദേഹമായിരുന്നു അതിൻ്റെ ചെയർമാൻ. അപ്പോൾ ഞങ്ങൾ ഏകദേശം 1 വർഷത്തോളം ശ്രമിച്ച് എല്ലാവരെയും കൺസൾട്ട് ചെയ്ത് ഇന്ത്യയിലുള്ള പല എക്സ്പേർട്സിനെയും വിളിച്ച് വരുത്തിയൊക്കെ ഇവിടുത്തെ ഉള്ള ആളുകളെ എല്ലാവരും കൺസൾട്ട് ചെയ്ത് ഞങ്ങൾ റിപ്പോർട്ട് ഉണ്ടാക്കുകയും ഒരു ഡ്രാഫ്റ്റ് ബിൽ തയ്യാറാക്കുകയും ചെയ്തു അസംബ്ലിയിൽ ആയിട്ട്. അപ്പോൾ അതിന് പക്ഷേ UDF ഉള്ളിൽ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതുകൊണ്ട് അത് ഡിലേഡായി. ഒരു ഓൾ പാർട്ടി കോൺഫറൻസ് ഒക്കെ നടത്തണമെന്നായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടിയുടെ ആഗ്രഹം. പക്ഷേ അത് നടക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ് മാറി. അത് കഴിഞ്ഞപ്പോൾ ഇതിനെ എതിർത്തവരായതുകൊണ്ട് ഇനി ഒരിക്കലും വരില്ല എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ 2 വർഷം മുമ്പ് മുതൽ ഇങ്ങനൊരു പുതിയ ആശയം വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ രംഗം ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അതാണ് ഇതിൻ്റെ ലോജിക്ക്. അന്ന് ശ്രീ നാരായണമൂർത്തിയുടെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. നമ്മുടെ വിദ്യാഭ്യാസ രംഗം ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ 50% പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കണം, ഗവൺമെൻറ്റിന് അത് അഫോർഡ് ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളൊരു റിപ്പോർട്ട് അദ്ദേഹം അന്ന് പുറത്തുവിട്ടിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ നീങ്ങിയത്.